നീ എവിടെ ആയിരുന്നടാ? നിന്നെ കാണാതെ അമ്മ തീ തന്നെയായിരുന്നു. ഇവിടെ ആരോടും ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. നന്ദ, നീ എന്തോന്നും മിണ്ടാത്തേ? കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു അമ്മേ. 1-2 പേരെ കാണാനുണ്ടായിരുന്നു. അങ്ങനാണെങ്കിൽ നിനക്കൊന്നും പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നോ? നമ്മുടെ കുടുംബം ആകെ സംശയത്തിന്റെ നിഴലില്ല. ആൾക്കാരാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനും വയ്യ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് ഒരാൾ പുറത്തു പോയിട്ട് പിന്നെ വിവരമൊന്നും കിട്ടുന്നില്ലെങ്കിൽ വല്ലാത്ത ചിന്തകളായിരിക്കും ആദ്യം മനസ്സിൽ വരിക. അവൻ വന്നല്ലേ ഉള്ളൂ, ആദ്യം അവനൊന്ന് വിശ്രമിക്കട്ടെ. കണ്ടോ, നിങ്ങൾ രണ്ടുപേർക്കും ഇവിടെ ഭാവവ്യത്യാസം ഒന്നുമില്ല. അതായത് നിങ്ങൾ 3 പേരും കൂടി എന്നെ ഒളിച്ച് ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നു. ആരെയൊക്കെയോ കാണുന്നു, എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നു. വേണ്ട, എന്നെ ഒന്നും അറിയിക്കണ്ട. അല്ലാതെ തന്നെ എനിക്കറിയാം. നീ ദേവികയെ കാണാനല്ലേ പോയത്? അല്ലേ? അവളെ കാണാനല്ലേ പോയത്? അമ്മ അതങ്ങ് തീർച്ചപ്പെടുത്തിയെങ്കിൽ പിന്നെ ഞാനായിട്ട് പറയുന്ന എന്തിനാ? അതെ, അപ്പൊ നീ ദേവികയെ കാണാൻ തന്നെയാ പോയത്. ഞാൻ ദേവിയെ കാണാനാണ് പോയിരുന്നെങ്കിലേ അവളെ അവിടെ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോരില്ലായിരുന്നു. അല്ലെങ്കിൽ അവളെയും കൂടെ കൂട്ടി ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഇങ്ങോട്ട് വരിക. അവളെ നീ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും? അവളെ പോലീസ് കൊണ്ടുപോകും, ജയിലിലോട്ട്. കൊലപാതകികൾക്കുള്ള ഒളിത്താവളമല്ല ഈ ചന്ദ്രോത്ത്. നന്ദനെ കാണാതെ വല്ലാതെ വിഷമിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ വന്നു കയറിയപ്പോഴേ വീണ്ടും പഴയ രീതിയായല്ലേ അമ്മ? എല്ലാവരും കൂടി പുതിയ രീതി കൊണ്ടുവരാൻ ഈ വീടിനെ കൊലക്കളമാക്കി, ബന്ധങ്ങളെ നാനാവിധമാക്കി. നാളെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് പേടിച്ചിട്ടാ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നേ. ആ ഉറക്കത്തിന്ന് ഉണരല്ലേന്നാ പ്രാർത്ഥിക്കുന്നേ. ആത്മഹത്യ ചെയ്യാത്തത് പേടിച്ചിട്ടല്ല, അവൾക്ക് ശിക്ഷ കിട്ടുന്നത് കാണണം. അതിനു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. ഓ, ദേവിക്ക് ശിക്ഷ കിട്ടുന്നത് കാണാൻ വേണ്ടി അമ്മ ജീവിക്കുന്നെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് വർഷം സന്തോഷത്തോടെ ജീവിക്കാം. കാരണം എന്താണെന്നറിയോ? അവൾക്ക് ശിക്ഷ കിട്ടില്ല. അവൾ ആരും കൊന്നിട്ടില്ല. അവളൊരു കുറ്റം ചെയ്തിട്ടുമില്ല. അത് നീ പറഞ്ഞാ മതിയോ? പിന്നെ ആര് പറയണം? നന്ദ, നീ അകത്ത് പോ. അകത്ത് പോവാനോ? ഇവൻ എന്റെ മോനാ. ഇവന്റെ മേലെ എനിക്കും അവകാശമുണ്ട്. അവകാശമുണ്ട്, പക്ഷെ അത് ഇതുപോലെ ആവരുത്. അമ്മയും മോനും ആവുമ്പോ സ്നേഹം പോലെ തന്നെ വഴക്കമുണ്ടാവും. അതാരും ചോദ്യം ചെയ്യണ്ട. നന്ദ, ഞാൻ നിന്നോട് പറയുന്നത്. അമ്മേ പ്ലീസ്, ഞാൻ ഫ്രഷ് ആവട്ടെ. നമ്മളെല്ലാവരും ഒരുപോലെ ടെൻഷനിലാണ്. ഏത് സമയവും മാനസിക നില തെറ്റുമെന്നൊരവസ്ഥയിലാണ് എല്ലാവരും. പ്രഷർ താങ്ങാൻ വയ്യമ്മേ. പ്ലീസ്, എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അമ്മ എന്നൊന്ന് മനസ്സിലാക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.